അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാ ഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅലാ അസ്ഹാബിഹി വഅലാ മശായിഖിനാ വഅലാ വാലിദീന. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെയും മറ്റു സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കട്ടെ. പോരായ്മകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫദ്ല് കൊണ്ട് പൊരുത്തപ്പെട്ടു തരട്ടെ. നാം പറഞ്ഞു വരുന്നത് വളരെ ചെറിയ അമലുകളെ കൊണ്ട് വലിയ പുണ്യം നേടിയെടുക്കുന്ന മാർഗങ്ങളെക്കുറിച്ചാണ്. അത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഓഫറുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ. ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന പരിശുദ്ധമായ ദിക്ർ 100 പ്രാവശ്യം ചൊല്ലിയാൽ, വളരെ ഈസിയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദി, വെറും 3 പദങ്ങൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഈ ദിക്ർ ആരെങ്കിലും 100 പ്രാവശ്യം ചൊല്ലിയാൽ ഗുഫിറത് ലഹു ദുനൂബു, അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൻദോഷങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, ചെറുദോഷങ്ങളാണ്. അത്തരം ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. വ ഇൻ കാനത് മിസ്ല സബദിൽ ബഹരി, അത് സമുദ്രത്തിലെ തിരമാലകൾ കാരണം കടലിൽ പതച്ചു പൊങ്ങുന്ന നുരകളുടെ അത്ര എണ്ണമുണ്ടെങ്കിലും. നമുക്കറിയാം, നുരകൾ അത് അങ്ങനെ പൊന്തുന്നത് കാണാം, അത് എണ്ണിയാൽ തീർക്കാൻ കഴിയാത്ത അത്രയാണ്. അത്രയും പാപങ്ങൾ ഒരു മനുഷ്യനുണ്ടെങ്കിലും അതെല്ലാം പൊരുത്തപ്പെടാൻ ഇത് മതി. നമുക്കറിയാം, നമുക്ക് പൂർവീകരെ പോലെ കുറേ നേരം ഇബാദത്തുകളിൽ മുഴുകാനുള്ള സമയമില്ല. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മഹാനവറുകൾ രാത്രിയായാൽ തീരുമാനിക്കും, നിയ്യത്ത് വെക്കും, ഹാദിഹിൽ ലൈലത്തു ലൈലത്തുൽ ഖിയാം, ഇന്ന് നിസ്കരിക്കുന്ന രാവ. അങ്ങനെ രാവിലെ വരെ നിസ്കരിക്കും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, രാവിലെ വരെ മഹാനവർ നിസ്കരിക്കും. അടുത്ത രാത്രിയിൽ നിയ്യത്ത് വെക്കും, ഹാദിഹിൽ ലൈലത്തു ലൈലത്തു റുക്കൂഇ ലൈലത്തുർ റുക്കൂ, ഇത് റുക്കൂഇൽ മാത്രം കഴിയുന്ന നിസ്കാരത്തിൽ റുക്കൂ വർദ്ധിപ്പിക്കുക. അങ്ങനെ ഓരോ ദിവസവും സുജൂദിലായും ഇഅ്തിദാലിലായും നിസ്കാരത്തിലായും മറ്റ് സൽക്കർമ്മങ്ങളിലായും ഒഴുകിയിരുന്ന മഹാനായിരുന്നു. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹസൻ അൽ അത്താസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് കാണാം, ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിന്റെ നേതാവായ അലി ഇബ്നു സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ സൈനുൽ ആബിദീൻ തങ്ങൾ യുസല്ലി കുല്ല യൗമിൻ അൽഫ റക്അ, ദിവസവും 1000 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. നമുക്കൊക്കെ കേട്ടിട്ട് തന്നെ പേടിയാവും, ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട ഫഖീഹുൽ മുഖദ്ദം മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹു തആല അൻഹു, അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു, അതുപോലെ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരൊക്കെ ഇങ്ങനെ ആയിരക്കണക്കിന് റക്അത്തുകൾ നിസ്കരിച്ച മഹാന്മാരായിരുന്നു. നമ്മോട് കഴിയോ അങ്ങനൊക്കെ ചെയ്യാൻ? ഫർള് തന്നെ നിസ്കരിക്കാൻ നമുക്ക് മൂഡ് ഓഫാണ്. അപ്പൊ അങ്ങനത്തെ മടിയന്മാരായ നമുക്കുള്ള സിമ്പിളായ ഇബാദത്ത്, വളരെ ചെറിയ ഇബാദത്ത് കൊണ്ട് വലിയ പുണ്യം നേടിയെടുക്കാൻ കഴിയുന്നു. നമ്മൾക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ പാപങ്ങളായിരിക്കും ഹസനാത്തുകളെക്കാൾ കൂടുതൽ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അറിയാതെയും അറിഞ്ഞും കളവുകളും മറ്റുമായി ഒരുപാട് ദോഷങ്ങൾ ദിവസവും നമ്മൾ പേറി നടക്കുന്നുണ്ട്. അങ്ങനത്തെ ചെറുദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെടാൻ എന്ത് മതി? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ 100 പ്രാവശ്യം ചൊല്ലുക. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറത്തിൻ ഗുഫിറത് ലഹു ദുനൂബു. അല്ലാഹ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓഫറാണ്. ആ കൂലി എനിക്ക് കിട്ടണം, ഹബീബിന്റെ വാക്ക് എനിക്ക് കിട്ടണം എന്ന നിയ്യത്തോടെ നമ്മൾ
സുബ്ഹാനല്ലാഹി ബിഹംദി 100 വട്ടം വെറുതെ ചൊല്ലി നോക്കൂ. 2 മിനിറ്റ് കൊണ്ട് ചൊല്ലിത്തീർക്കാൻ കഴിയും. അത്രയും ബറക്കത്തുള്ള ദിക്ർ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള 2 വചനങ്ങളാണ് സുബ്ഹാനല്ലാഹ് എന്നതും അള്ളാഹുവിന് ഹംദ് പറയുക എന്നും. അത് രണ്ടുമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരം ഇബാദത്തുകളും ദിക്റുകളും വർദ്ധിപ്പിച്ച് ദാക്കിരീങ്ങളിൽ പെടാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. പരിശുദ്ധ റമളാനിലെ മഗ്ഫിറത്തിന്റെ 10 നമ്മുടെ മാതാപിതാക്കളുടെയും ഭാര്യമക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും ഇഷ്ടജനങ്ങളുടെയും ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ പാപങ്ങൾ അള്ളാഹു തആല പൊരുത്തപ്പെട്ടു തരട്ടെ. നമ്മെയും അവരെല്ലാവരെയും അള്ളാഹു സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. നമ്മുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. ഒരുപാട് രോഗികളുണ്ട്, അവരുടെ രോഗങ്ങളൊക്കെ അള്ളാഹു തആല ശിഫയാക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സോടെ നമ്മയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പായി കൊടുക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.